യോഗത്തിൻ്റെ അധ്യക്ഷ കുരുമന്യ ശ്രീകലാമുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ സംവിധായകൻ ജോസഫ്, സംവിധായകൻ ഇതികാലമായ കേസാലും എൻ്റെ പ്രിയങ്കരമായ സുഹൃത്ത് കുയിൽ പറഞ്ഞ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെയൊരു അനുസ്മരണ സമ്മേളനത്തിൽ എന്താണെന്ന് ചെയ്യാമെന്ന് ശ്രമിച്ചു പറഞ്ഞു. ഒരു മലയാളത്തിൻ്റെ കാരണവരായ ഒരു നടനെ അനുസ്മരണത്തിന് വിളിക്കുമ്പോൾ ഇപ്പോഴത്തെ കൊണ്ടേൽ വരണം മാത്രമല്ല, സത്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ജോസ് തോമസും കെ സ്റ്റാലിനൊക്കെ ഈ ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. എൻ്റെ ആദ്യകാല എനിക്കറിയാം മൈക്രോ ഫെഡറേഷനൊക്കെ ഉണ്ടായിരുന്നതിൽ മുന്നിൽ അവരെ ഞങ്ങൾക്ക് ഇവര് ഞാൻ മാത്രം വേറൊരു തരത്തിലാണല്ലോ. അപ്പോൾ ഒരുമിച്ചൊന്ന് ഇരിക്കാൻ സാധിക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഞാനാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിടിച്ച് എത്തിയത്. ശങ്കരാചാര്യനെ പറ്റി എത്ര പേർക്ക് പുതിയ തലമുറയിൽ അറിയാൻ കഴിയില്ല. പുതിയ തലമുറ പിള്ളേർ മാത്രമല്ല, അല്ലാതെ ഒരു 30-35 വയസ്സുള്ളവർക്ക് പോലും ശങ്കരാചാര്യൻ എന്ന് പറയുന്ന നടനെ പറ്റി എത്ര വിശദമായിട്ട് അറിയാം. സത്യത്തിൽ നമ്മുടെ മലയാളത്തില് ഒരു മലയാള തനിമയുള്ള ഒരു മലയാളിയായിട്ട് കാണപ്പെട്ടതാണ് ഈ ശങ്കരാചാര്യൻ ഒടുവിലൂടെ കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ശങ്കരാചാര്യ പറയുമ്പോൾ നമ്മളൊരു വീട്ടിലെ കാരണം എന്താ പറയുക, ഈ മുട്ടിൻ്റെ ഒരു കോന്തലെടുത്ത് ലക്ഷത്തി വെച്ചിട്ട് ഷർട്ട് കൊടുത്ത് ചെറുപീടി വലിച്ചിട്ട് നടക്കുന്ന ശങ്കരാചാര്യനാണ് മലയാള സിനിമയിൽ ഒരു ഏറ്റവും റെസ്പെക്റ്റ് കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു. നസീർ സാർ മുതൽ ആ കാലഘട്ടം മുതൽ പുള്ളി ആദ്യമായിട്ട് വരുന്നത് 1963 കടലമ്മ എന്ന് പറയുന്ന ഉദയകൻ കുഞ്ചാക്കോ ചെയ്ത പടത്തിലാണ് പുള്ളി അഭിനയിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ മോഹൻ കുഞ്ചാക്കോട് അഭിനയിക്കുന്ന നമ്മളെയൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ. 1924 അഭിനയിച്ചത്. ശങ്കരാചാര്യനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു വെറും നടൻ മാത്രമല്ലായിരുന്നു. ഇപ്പോ അദ്ദേഹം സിനിമയിൽ വന്നു അടൂർ ബാസിനെയും ബന്ധുവിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ തമാശപ്പടങ്ങളിലുള്ള പുള്ളി കോമഡിയാണ് ചെയ്തത്. അവിടുന്ന് അവർ പതുക്കെ അരങ്ങൊഴിഞ്ഞപ്പോഴും ശങ്കരാചാര്യൻ തിരിച്ച് ക്യാരക്ടർ റോളിലോട്ട് മാറി. 40 വർഷത്തോളം ശങ്കരാചാര്യൻ മലയാള സിനിമയിൽ നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് ശങ്കരാടി എന്ന് പറയുന്ന പറവൂരാണ്, ചെറായിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ചെറായി സമുദ്രത്തിലെ ഒരു സഹോദരനയ്യപ്പൻ എന്ന് പറയുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന സഹോദരനയ്യപ്പൻ്റെ വീടിൻ്റെ അടുത്താണ് ശങ്കരാചാര്യൻ ജനിച്ചിട്ട്. ശങ്കരാചാര്യൻ പഠിച്ചത് അവിടെ ചെറായി തന്നെ പഠിക്കുമ്പോൾ അദ്ദേഹം കോളേജ് പഠിക്കും മഹാരാജാസിലാണ് പഠിച്ചത്. മഹാരാജാസിനെ പഠിച്ച് എനിക്ക് തോന്നുന്നു പ്രീ യൂണിവേഴ്സിറ്റി ഇതൊക്കെ വായിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായ ശേഷം അദ്ദേഹം ബറോഡയിലോട്ടാണ് പോയത്, അവിടെ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാനായി. ഞാൻ പറയുന്ന ശങ്കരാചാര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബേസിനെ പറ്റി പറയാം. അവിടെ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ ശങ്കരാചാര്യൻ സത്യത്തിൽ പഠിച്ചത് കടലിനെ പറ്റിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി. ബറോഡയിൽ അദ്ദേഹം പോയി അവിടുത്തെ റെയിൽവേ ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുകയും അവിടുത്തെ തൊഴിൽ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇന്നത്തെ കണക്കില്ല, ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴാണെങ്കിൽ അകത്ത് പോകാം, ഒളിവിലാണ് പലരും പ്രവർത്തിക്കുന്നത്. അങ്ങനെ പഠിത്തത്തെക്കാൾ വരുന്നത് അന്നത്തെ കാലത്ത് തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിൽ അതാണെന്ന് വരുന്നത് ചിന്തിച്ചാൽ ഈ പറയുന്ന ചന്ദ്രശേഖര മേനോൻ എന്ന് പറയുന്ന വ്യക്തി, അവിടുന്ന് പുള്ളി ഞാൻ കേട്ടിടത്തോളം അദ്ദേഹം പുള്ളി നാഗ്പൂരിലേക്ക് മാറി. ബറോഡയിൽ ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ നാഗ്പൂരിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അവിടെ ഈ ശങ്കരാചാര്യൻ എന്ന് പറയുന്ന കൊച്ചു മനുഷ്യനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു ബോംബ് കേസിൽ അന്വേഷണം ഉണ്ടായപ്പോൾ പുള്ളി അവിടുന്ന് മുങ്ങി ബോംബെക്ക്. ബോംബെയിൽ പോയിട്ട് അദ്ദേഹം അവിടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തി. ലിറ്റററി റിവ്യൂ എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ
പത്രാധിപരായിരുന്നു. ആലോചിച്ചു ശേഖരൻ കുറെ നല്ല പത്രത്തിന്റെ പത്രാധിപരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒളിവിൽ നിന്ന് നേരെ വന്ന 1950 എന്താ പറയുക, പ്രായപൂർത്തി വോട്ടവകാശം വന്നപ്പോൾ നാട്ടിലോട്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വരണമെന്ന് പറഞ്ഞ സമയത്താണ് പുള്ളി തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നത്. നമ്മള് സന്ദേശത്തിലെ രാഷ്ട്രീയകാര്യായ കുമാരൻ സാറിനെ പറ്റി അറിയാത്തവരാരുമില്ലല്ലോ. അതൊക്കെ ആ ക്യാരക്ടറെ പറ്റി പിന്നെ നിങ്ങൾക്ക് അറിയാം. പത്തനംതിട്ട പടത്തിലെ അല്ലെ ശ്രീനിവാസൻ എഴുതിയ. നമ്മളിന്ന് ഈ സഖാവ് ജയരാജൻ കട്ടൻ കാപ്പി പരിപാടിയൊക്കെ വളരെ പ്രശസ്തമായ സമയത്താണ് ഈ താത്തുകാരനായ ഈ കുമാരൻ സാറിന്റെ സിനിമയ്ക്കും ഡയലോഗിലും ഒക്കെ ഭയങ്കര പ്രസക്തി. അപ്പോ അന്ന് പുള്ളി ഇവിടെ വന്നിട്ട് അന്ന് നോർത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ്, അബുബക്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ്. അവിടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള വർഷങ്ങളോളം അവിടെ ഈ ടി.വി. തോമസും എ.സി. ജോർജും കണയൻകൂടനും ഒക്കെ വന്നു പോകുന്ന ആ കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നൊരു ഗംഗാധരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി അവിടെ നടന്ന ചർച്ചകളൊക്കെ പുള്ളി കണ്ടു കാണും. അത് മനസ്സിലായി. അതുകൊണ്ടാണ് സത്യനന്ദിക്കാടും ശ്രീനിവാസനും പറഞ്ഞതിനപ്പുറത്തേക്കായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിലെ താത്വിക അവലോകനത്തെ പറ്റി നമ്മളൊക്കെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ഇന്നും വളരെ ഭീകരമായിട്ട് നമ്മൾ പറയുന്ന ആ സീൻ അഭിനയിക്കാൻ കുമാരൻ സഖാവിൻ്റെ ആ സീൻ അഭിനയിക്കാൻ ശങ്കരാചാര്യത്തെ കഴിയുകയും അതിന് കാരണം പുള്ളിക്കുള്ള ആ അനുഭവമാണ്. പുള്ളി കേരളത്തിൽ വന്നു. പുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 64 രണ്ടായപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഈ പരിപാടി പറ്റില്ല എന്നും പറഞ്ഞ് കാർഡ് തിരിച്ചു കൊടുത്തു. വേറൊരിലേക്ക് പുള്ളി പ്രവർത്തിച്ചു. അന്ന് പുള്ളി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അതിന്റെ സാംസ്കാരിക വിഭാഗത്തിലാണ് കൂടുതൽ ശ്രദ്ധയെടുത്തത്. പ്രതിഭ എന്നും പറഞ്ഞ ഒരു എറണാകുളത്തൊരു നാടകസമിതി എന്നുണ്ടായിരുന്നു. നമ്മുടെ പി ജെ ആന്റണി എന്ന് പറയുന്ന മഹാനായ നടന്റെ പുള്ളിയായിരുന്നു അതിന്റെ ഡയറക്ടറും ആ ഗ്രൂപ്പിന്റെ ആളും. ആ പ്രതിഭയുടെ സെക്രട്ടറി ആയിരുന്നു ശങ്കരാചാര്യ. അങ്ങനെ നാടകത്തിൽ കൂടാണ് അവിടുന്ന് വീണ്ടും ഈ പ്രതിഭയെന്ന് ബിരിയാണി മാറിയപ്പോൾ തൊബിൽ ബാസി എന്ന് പറയുന്ന എഴുത്തുകാരനെ കൊണ്ട് നിരന്തീഷ് ഞാറക്കൽ ഒരു വീടെടുത്ത് അവിടെ ഇരുത്തി അദ്ദേഹത്തെ കൊണ്ട് നാടകം എഴുതുകയും അങ്ങനെ വലിയ മൂലധനത്തിലാണ് ശങ്കരാചാര്യ ഏറ്റവും പ്രസിദ്ധനായ നാടക നടനായിട്ട് മാറുന്നത്. അതിനകത്ത് ഈ ഇറച്ചി വെട്ടി മാലിന്യം വെട്ടുന്ന മൂസാൻകുട്ടിയുടെ കഥാപാത്രം എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് മൂലധന നാടകം. അത് സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു തൊബിൽ ബാസി അദ്ദേഹത്തെ കൊണ്ട് തന്നെയാണ് ആ വേഷം ചെയ്യുന്നത്. അങ്ങനെ പുള്ളി നാടകത്തിലേക്ക് വന്നു. നാടകത്തിൽ പുള്ളി വളരെ പ്രശസ്തനായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ നാടകത്തിൽ വരുന്ന കലാകാരന്മാർക്ക് പലർക്കും ഭൂരിപക്ഷം ആൾക്കാർക്ക് നാടകത്തിൻ്റെതായ ഒരു ടച്ച് ഉണ്ടാകും. സിനിമയിൽ വരുമ്പോൾ യാതൊരു നാടകീയതയും ഇല്ലാതെ സിനിമയില്ലാതെ വളരെ കുറച്ച് നമ്മുടെ തിലകൻ ചേട്ടനോ അല്ലെങ്കിൽ ശങ്കരാചാര്യനെ കണക്കുള്ളവരാണ് ഈ നാടകത്തിന്റെ യാതൊരു എഫക്റ്റും ഇല്ലാതെ, ആ നാടകീയത ഇല്ലാതെ, അതിനാടകീയത സിനിമയ്ക്കോ നല്ല ഒരു പ്രശ്നം ഇല്ലാതെ വേഷം ചെയ്തു. അപ്പോ നാടകത്തിൽ വളരെ പ്രശസ്തനായി വന്നതിന് ശേഷമാണ് ശങ്കരാടി എന്ന് പറയുന്ന കലാകാരൻ സിനിമയിലുണ്ട്. എന്നോട് ഇവിടെ വന്നപ്പോൾ സാരം പറയുകയായിരുന്നു, ചിലപ്പോൾ ശങ്കരാടി ചേട്ടന് ഇന്ന് നിലവിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ സിനിമയിലെ തൊഴിലാളി സംഘടനയുടെയൊക്കെ നേതാവായിട്ട് ഏൽപ്പിക്കുന്നത്. കാരണം എത്രയോ കാലം മുമ്പ് ട്രേഡ് യൂണിയൻ തുടങ്ങിയ ആളാണ് പുള്ളി. അപ്പൊ അത്ര ഒരു ബേസുള്ള ഒരു കലാകാരൻ. അദ്ദേഹം പത്രപ്രവർത്തകനാണ്, അദ്ദേഹം നാടക നടനാണ്, അദ്ദേഹം സിനിമാക്കാരനാണ്, അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. ഇന്നിവിടുത്തെ പല നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും ഒത്തിരി അനുഭവ സംബന്ധമായിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടുന്ന് ഈ പറയുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബറോഡയിൽ പഠിക്കാൻ പോയി അവിടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി തിരിച്ചു വന്ന ഒരു ആളാണ് ഈ നടനായ ശങ്കരാടി എന്ന് പറയുന്നത്. എത്ര പേർക്കൂടെ കാണും, അല്ലെങ്കിൽ എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ശങ്കരാടിയുടെ വാക്ക് അനുസ്മരിക്കുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വളരെ ശക്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേർപെട്ടപ്പോൾ
പുള്ളി കാർഡ് തിരിച്ചു കൊടുത്തുകൊണ്ട് മുഴുവൻ സമയ സിനിമയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. നമ്മളെ ചിരിപ്പിക്കുന്ന എത്രയോ കഥാപാത്രങ്ങൾ, നമ്മളെ ചിന്തിപ്പിക്കുന്ന, ഇന്നും നമ്മൾ ആലോചിക്കുന്ന എത്രയോ ഡയലോഗുകൾ അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ ആടുതോമയിലെ ജഡ്ജിയുടെ കഥാപാത്രം എപ്പോഴും ആലോചിക്കുന്നുണ്ട്. സകലകലാവല്ലഭനാണ്, പക്ഷേ വിവരദോഷിയാണ് എന്ന് പറയുന്ന ആ ജഡ്ജി പറയുന്നത് നമുക്ക് എന്താ പറയുക, നമ്മൾ അറിയാതെ ശിച്ചു പോകുന്ന എത്രയോ കഥാപാത്രങ്ങൾ, ഒന്നാണ് 100 കഥാപാത്രങ്ങൾ പറയാൻ പറ്റും. ആ തമാശക്കാരനായ ശങ്കരാചാര്യനിൽ നിന്ന് ക്യാരക്ടർ നടനായിട്ട് കണ്ണു നിറയിക്കുന്ന ക്യാരക്ടറായിട്ടും ഒക്കെ മാറിയ ശങ്കരാചാര്യനിലായിരുന്നു അദ്ദേഹത്തിന്റെ നടന്റെ വിജയം. അത് ഭാസ്കരനോ അല്ലെങ്കിൽ അതുപോലെ ബഹുർപ്പിക്കോ ഒക്കെ അങ്ങനെ അവർ മാറിയെങ്കിലും ശങ്കരാചാര്യൻ നമ്മളിൽ ഒരാളായി പിന്നെ മലയാളത്തിൽ മാറുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉടുവിലേക്ക് കൃഷ്ണവും ശങ്കരാചാര്യവും ഒക്കെ മലയാള തനിമയുള്ള നമ്മുടെ ഒരു അച്ഛനായിട്ട്, നമ്മുടെ ഒരു കാരണവരായിട്ട്, നമ്മൾ നിശ്ചിതമായിട്ട് ശകാരിക്കുന്ന ഒരു അച്ഛനായിട്ടൊക്കെ വേറെ ആളുകൾ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് അദ്ദേഹം മാറിയത്. എനിക്ക് തോന്നുന്നു 70-71 കാലഘട്ടത്തിൽ അദ്ദേഹം പ്രാവശ്യം അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അധികമൊന്നും അംഗീകാരം കിട്ടാതെ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു നടനായിരുന്നു അദ്ദേഹം. പക്ഷെ അധികം അംഗീകാരം കിട്ടാതെ അദ്ദേഹം ആ രംഗത്തുനിന്ന് മാറുകയായിരുന്നു. 2001 അദ്ദേഹം മരിച്ചത്. ഒടുവിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ചില അസുഖങ്ങളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ പാളിപ്പോവുക, ഓർമ്മ പ്രശ്നം ഉണ്ടാകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് അദ്ദേഹം സ്വയം ഈ സിനിമയിൽ നിന്ന് സ്വയം മാറുകയാണ്. അല്ലാതെ ശങ്കരാചാര്യന് വേഷമില്ലാഞ്ഞിട്ടല്ല. ശങ്കരാചാര്യന് വേഷമില്ലാത്ത ഒരു സിനിമയില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ചിലപ്പോൾ ഇന്നായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കിട്ടുമെന്നറിയില്ല. ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അച്ഛനും അമ്മയ്ക്കും കാണുന്നവർക്കും ചേട്ടനൊന്നും വലിയ പ്രസക്തിയില്ല. അത്തരം സിനിമകളല്ല ഇന്ന് കൂടുതൽ. വേറൊരു റേഞ്ചിലാണ് ഈ ന്യൂ ജനറേഷൻ പോക്ക്. പക്ഷെ അദ്ദേഹം ആ 2001 കാലഘട്ടത്തിലൊക്കെ ശങ്കരാചാര്യനെ കണക്കൊണ്ടവർക്ക് വേഷമില്ലാത്ത സിനിമകളില്ലായിരുന്നു, തിരക്കഥകളില്ലായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് അസുഖം വന്നുകൊണ്ട് മാത്രം അദ്ദേഹം ആ രംഗത്തുനിന്ന് പിൻവലിയുകയായിരുന്നു, സ്വയം പിൻവലിയുകയായിരുന്നു. അദ്ദേഹം 2001 ഒക്ടോബർ മാസമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത്. മലയാള സിനിമയിൽ പലരെ പറ്റി പറയുമ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരുടേതായ വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമല്ലോ. അങ്ങനെ പറയുമ്പോൾ ശങ്കരാചാര്യൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ അന്ന് നസീർ സാറോ സത്യൻ മാസ്റ്ററോ സോമേട്ടനോ അല്ലെങ്കിൽ സുകുമാരേട്ടനോ എന്നൊക്കെയുള്ള അന്നത്തെ നടന്മാരൊക്കെ ഒരു റെസ്പെക്റ്റോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അന്ന് കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ശങ്കരാചാര്യൻ വരുമ്പോൾ, കാരണം അത് അദ്ദേഹത്തിന് ആ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് ഏത് സബ്ജക്റ്റിനെ പറ്റി പറയാൻ പറ്റുന്ന ഇംഗ്ലീഷ്, ബോംബെയിലെ ഇംഗ്ലീഷ് മാഗസിൻ്റെ പത്രാധിപരായിരുന്ന വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വമായിരുന്നു. അങ്ങനെയുള്ളൊരു മഹാനായ വ്യക്തിത്വത്തെ അനുസ്മരിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം അനുസ്മരണങ്ങൾ കാലം മറന്നുപോകുന്ന, അല്ലെങ്കിൽ മറവിയിലോട്ട് നമ്മൾ അറിയാതെ തള്ളിയിട്ട് പോകുന്ന നമ്മുടെ മഹാനായ കലാകാരന്മാരെ പറ്റി ഇങ്ങനെയുള്ള അനുസ്മരണങ്ങൾ നടത്തുന്ന ഈ പുസ്തകോത്സവത്തിൻ്റെ നമ്മുടെ ശ്രീകല മോഹൻദാസിനെ പോലെയുള്ള ഇതിൻ്റെ സംഘാടകന്, ശ്രീകല മോഹൻദാസ് ഒരു അസാധ്യ കക്ഷിയാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഫോൺ വിളിച്ച് നമ്മളിൽ വരുത്താനുള്ളൊരു കഴിവുണ്ടല്ലോ. നമ്മൾ 2-3 ദിവസമായിട്ട് എൻ്റെ ഫോൺ കാണുമ്പോൾ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് ഇവിടെ ഇല്ലായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് വരികയാണ്. പക്ഷെ ആലപ്പുഴയിൽ നമ്മൾ ഓടിപ്പിടച്ച് വന്ന് ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന അതൊരു സംഘാടകയുടെ കഴിവാണ് തീർച്ചയായിട്ടും സമ്മതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് കണക്കുള്ളവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്തരം അനുസ്മരണങ്ങൾ ആവശ്യമാണ്. നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ ആരാണ് ശങ്കരാചാര്യൻ അവർക്ക് അറിയില്ലല്ലോ. നമുക്കപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇത്രമാത്രം വ്യക്തിത്വമുള്ളവനായിരുന്നു. അല്ലാതെ ചുമ്മാ അതൊരു സിനിമാക്കാരൻ മാത്രമല്ല. ഞാൻ സിനിമാക്കാരൻ മാത്രമല്ലെന്ന് പറയുന്നത് സിനിമാക്കാരുടേതായ പല സിനിമാക്കാരും സീരിയസ് ആയിട്ട് വായിക്കുകയോ തൻ്റെതായ നിലപാട് ശക്തമായിട്ട് പറയുകയോ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല. അഥവാ പറഞ്ഞാൽ ഈ പറയുന്ന തന്നോടൊരു അപ്രിയം തോന്നി തനിക്കൊരു കിട്ടേണ്ട ചാൻസ് പോകുമോ എന്ന് പേടിച്ചിട്ട് ചെങ്ങനെ കിടക്കുന്ന മാങ്ങയാണെന്ന് ചോദിച്ചാൽ മോച്ച എന്ന് പറയുന്ന ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം ഒരു ചാൻസ് എന്ന് പറയുന്ന ഒരാളല്ലോ എൻ്റെ സിനിമാക്കാരെ കൂടുതലും. അതുകൊണ്ട് വ്യത്യസ്തരായ രൂപത്തിലുണ്ട്. ഇപ്പൊ ഇരിക്കുന്ന ജോസ് ഇപ്പത്തെ യൂട്യൂബിൽ ഞാൻ പറയുകയായിരുന്നു, മനസ്സിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയും, ആരെയും പേടിക്കാനില്ല. മനസ്സിലായില്ല. അത്തരം മാനസികാവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. മനസ്സിലായി. അത്തരം വ്യക്തിത്വങ്ങൾ ഇല്ല സിനിമയിൽ. വളരെ കുറവാണ്. ഞാൻ
നിങ്ങൾക്കറിയാം, സിനിമയിലെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ ആദ്യം മലയാള സിനിമയിലെ ട്രേഡ് യൂണിയൻ ആദ്യമായിട്ട് തുടങ്ങാനായിട്ട് ഇവരുടെ കൂടെ മുൻകൈ ചെയ്യുന്ന ഒരാളായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ ട്രേഡ് യൂണിയനെ കൊണ്ട് തന്നെ എന്നെ മാറ്റി നിർത്താനായിട്ട് മലയാള സിനിമയിലെ വൻശക്തിയൊക്കെ താരശക്തി ചെയ്ത് കഴിഞ്ഞു. ഇത്തരം ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഈ കലാകാരന്മാർക്കും അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ശക്തമായിട്ട് പറയുകയും അങ്ങനെ ഒരു വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുകയും വിമർശനാത്മകമായിട്ട് പറയുന്ന ഒരു അവസ്ഥ മലയാള സിനിമയിൽ വേണം. ഇല്ലെങ്കിലാണ് നമ്മൾ ഇന്ന് കാണുന്നതിനെ കൊണ്ട് ചില പ്രവണതകളും ജനങ്ങളുടെ മുന്നിൽ സിനിമാക്കാർക്കൊരു മോശം മുഖച്ഛായിരിക്കും ഉണ്ടാകേണ്ടി വരിക. അപ്പോൾ ശങ്കരാചാര്യനെ പോലെയുള്ള അതുപോലെ ശക്തമായിട്ട് സംസാരിക്കാൻ ആള് ചെറുതാണെങ്കിലും ആശയങ്ങൾ വലുതായിരുന്നു. അത്ഭുതദ്വീപിൽ ഞാൻ കൊച്ചു കുഞ്ഞനായ പപ്പുവിനെ കൊണ്ടൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. പൊക്കം മാത്രമേ പുറകോട്ടു. എൻ്റെ മനസ്സ് ഒത്തിരി വലുതാണ്, അതിന് ഒത്തിരി സ്നേഹവും ഒത്തിരി ചിന്തകളും ഉണ്ടെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു പക്വവും അത്ഭുതദ്വീപ് എന്ന് പറയുന്ന പോലെ. ഒത്തിരി പൊക്കമില്ലെങ്കിലും ഒത്തിരി ശരീരഘടനയില്ലെങ്കിലും മനസ്സിൽ തനതായ ശക്തി ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ചിന്തയുണ്ടായിരുന്ന സാധാരണക്കാരനോട് അവനോട് സ്നേഹവും ഐക്യബോധവും ഉണ്ടായിരുന്ന ഒരു നടൻ. അങ്ങനെയാണ് ഞാൻ ശങ്കരാചാര്യനെ കാണുന്നത്. ആ സ്മരണയ്ക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.